കഴിഞ്ഞ കുറച്ച് ദിവസമായി പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അക്രമം, മുർഷിദാബാദിന് പിന്നാലെ 24 ഫർഗാന നോർത്തിലും കലാപം നടന്നു. അവിടെ വാഹനങ്ങളും പോലീസ് വാഹനവും മറ്റുമൊക്കെ കലാപകാരികൾ തീയിട്ടു. എന്നാൽ സൈന്യം ഇറങ്ങിയതോടുകൂടി മുർഷിദാബാദിൽ ഇന്നലെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനിടയിൽ ചില ഹൈന്ദവ സംഘടനകൾ തിരിച്ചടിക്കൊരുങ്ങുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയാണ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഗോദ്ര ആവർത്തിക്കുമെന്നും മറ്റുമൊക്കെ ചില പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ത്രിപുരയും ബീഹാറിൻ്റെയും ഒക്കെ അതിർത്തിയിൽ അത്തരത്തിലുള്ള സംഘടനകൾ സജ്ജമാകുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ഏതായാലും കൂടുതൽ സേനയെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് കേന്ദ്രം അയച്ചിരിക്കുന്നു. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അടിക്ക് തിരിച്ചടി കൊടുക്കുക എന്നൊരു മുദ്രാവാക്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ ഈ പലായനം ചെയ്യുന്നവരോട് ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുന്നത്, നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട, നിങ്ങളെ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്, അത് അധികം വൈകാതെ തങ്ങൾ ചെയ്യും എന്നുകൂടി പറയുമ്പോൾ ഏതായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പുറത്തുനിന്ന്, അതായത് ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറിയ ഒരു വിഭാഗമാണ് ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.